സ്വയംഭൂവായ ചോറ്റാനിക്കര അമ്മയുടെ ഐതിഹ്യം കേട്ടാലോ? വനമേഖലയായിരുന്ന ചോറ്റാനിക്കരയിൽ കണ്ണപ്പൻ എന്ന ഗോത്രവംശികൻ വസിച്ചിരുന്നു. കാളീദേവിയുടെ അതീവ ഭക്തനായ അദ്ദേഹം എല്ലാ ആഴ്ചതോറും പശുവിനെ ബലി കൊടുക്കുകയും അതിന്റെ മാംസം അനുചരന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു പോന്നു. ഒരു ദിവസം ഇവരുടെ കുടിലിലേക്ക് അതീവ തേജസ്സുള്ള ഒരു പശുക്കിടാവ് കടന്നുവന്നു. കണ്ണപ്പന്റെ മകൾ അതിനെ സ്വന്തമായി വളർത്താൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. ഒരു നാൾ തന്റെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി കൊടുക്കാൻ കണ്ണപ്പൻ തീരുമാനിച്ചു. എന്നാൽ ഈ സംഭവമറിഞ്ഞ മകൾ ഓടിവന്ന് പശുവിനെ ബലി കൊടുക്കരുതെന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറയുകയുണ്ടായി. മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിക്കുകയും അതോടെ മൃഗബലി നിർത്താനും അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ പൂർവ്വകർമ്മത്തിന്റെ ഫലമെന്നോണം ഒരു ദിവസം അയാളുടെ മകൾ അകാല ചരമം പ്രാപിച്ചു. ഈ സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചെങ്കിലും മകളുടെ പശുവിനെ വളർത്തി അയാൾ ശിഷ്ടകാലം ചിലവഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കണ്ണപ്പൻ അതിവിചിത്രമായൊരു സ്വപ്നം കാണാനിടയായി. തന്റെ തൊഴുത്തിലെ പശു ഒരു കല്ലായി കിടക്കുന്നു. അടുത്തു തന്നെ മറ്റൊരു കല്ലുമുണ്ട്. അവയ്ക്കടുത്തായി ഒരു ദിവ്യ സന്യാസി നാമജപങ്ങളോടെ നിൽക്കുന്നു. പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കുമ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നത് കണ്ടു. കാര്യമെന്തെന്ന് മനസ്സിലാവാത്ത കണ്ണപ്പൻ നിലവിളിച്ചു. അപ്പോൾ അവിടെ വന്ന ദിവ്യ സന്യാസി കണ്ണപ്പനോട് ഇപ്രകാരം പറഞ്ഞു: കണ്ണപ്പ, നീയൊരു പുണ്യപുരുഷനാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോന്നത്. അടുത്ത് മറ്റൊരു ശില നോക്കൂ, അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക. കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും. അന്ന് നിന്റെ ഈ ജന്മത്തിലെ പുണ്യം മൂലം വീണ്ടും ഇവിടെ വരാനിടയാകും. ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യ സന്യാസി അപ്രത്യക്ഷനായി. കാലം കുറെ കടന്നുപോയി. കണ്ണപ്പനും അനുചരന്മാരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അവർ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ചു കിടന്നു. ദിവസം അവിടെ പുല്ലു ചെത്താനായി കുറച്ചു സ്ത്രീകൾ വന്നു. അവരുടെ സംഘത്തിലെ ഒരുവൾ തന്റെ അരിവാള് മൂർച്ച കൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി. ഈ കാഴ്ച കണ്ട അവൾ ഭയന്നു നിലവിളിച്ചു. ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടത്തെ നാട്ടുപ്രമാണിയും താന്ത്രിക ആചാര്യനുമായ ഏടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു. പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി. നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു. ഇതുമൂലം ഇന്നും രാവിലെ നിവേദ്യം ചോറ്റാനിക്കരയിൽ ചിരട്ടയിലാണ് നൽകുന്നത്. ഇന്ന് ചോറ്റാനിക്കര അമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം. കണ്ണപ്പന്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിനു പുറത്ത് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ. ആദ്യമായി ദേവി കുടികൊണ്ട ഭാഗമായതിനാൽ ഇവിടമിന്ന് സ്ത്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. കണ്ണപ്പന്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം. ഇവിടെ ഗുരുതി പൂജ നടക്കുന്നത് ഈയൊരു സങ്കല്പം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ്.